ഇന്നലെ നിങ്ങൾ എൻ്റെ വാർഡ്രോബ് ക്ലീനിങ് ആണ് കണ്ടത്. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ റൂം ക്ലീനിങ് ആണ്. ആദ്യം നമ്മൾ ഷീറ്റൊക്കെ മാറ്റി കൊടുത്തു. ഷീറ്റൊക്കെ ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മീഷോയിൽ നിന്ന് വാങ്ങിയ ബെഡ്ഷീറ്റാണ്. എന്താണ് 400 എത്ര സംതിങ് രൂപയുള്ളൂ. പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ രാത്രിയാണ് നമ്മളെ ക്ലീനിങ് ഒക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ 2 മുറി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ തുണി ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് കഴുകി എൻ്റെ ഒരു ഉപ്പാട് തീർന്നായിരുന്നു. അപ്പോൾ അതെല്ലാം ഉണക്കി പറക്കി റൂമിലോട്ട് കൊണ്ടുപോയി ഇടുകയാണ്. ഇനി അതെല്ലാം മടക്കി പറക്കി വെക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ ജനലിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഭയങ്കര പൊടിയാണ്. നമ്മളിങ്ങനെ തൊട്ട് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പം അറിയാം നമ്മൾ എവിടെയൊക്കെ പൊടിയുണ്ടെന്ന്. അപ്പം ഞാൻ ആ പൊടിയൊക്കെ ഇങ്ങനെ വെള്ളം നനച്ചാണ് തുടയ്ക്കുന്നത്. കാരണം എനിക്ക് തുമ്മൽ വരും. അതുകൊണ്ട് നമ്മളപ്പം തലയണ കവറൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുകയാണ്. 2 മുറിയും മേളിലുണ്ട്. അത് രണ്ടും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ നമ്മൾ തൂപ്പിലേക്ക് എത്തി. തൂത്ത് വാരിയപ്പോൾ ദാണ്ട് ഇത്രയും പൊടിയൊക്കെ കിട്ടി. ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തത് കൊണ്ടാണ് ഇത്രയും പൊടി. ബാക്കിയൊക്കെ അന്ന് പോയായിരുന്നു. പക്ഷെ നമ്മളന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മുടെ ഈ മിററിൻ്റെ അവിടേക്ക് ഇങ്ങനെ തുടച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പം ഇതാണ് റൂമിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതെല്ലാം ഇനി ഒന്ന് അടക്കി പറക്കി ഒതുക്കിയൊക്കെ എടുക്കണം. പിന്നെ തൂത്തുവാരി ബാക്കി എല്ലാ പൊടികളെല്ലാം തൂത്തുവാരി നമ്മുടെ കയ്യിലൊരു വേസ്റ്റ് കവർ ഉണ്ടായിരുന്നു, അതിലോട്ട് നമ്മൾ ഇടണം. അങ്ങനെ നമ്മൾ ബാൽക്കണിയിലെയും കൂടി സാധനങ്ങൾ, അതായത് അവിടെ കുറേ ഇലകളൊക്കെ പൊഴിഞ്ഞു വീഴാറുണ്ട്. കാറ്റും മഴയൊക്കെ വരുമ്പോഴത്തേക്കും നിറയെ ഇലകളാണ്, പച്ചിലത്തോട്ടം പോലെ ആകും. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് വാരി എടുക്കുന്നുണ്ട്. അങ്ങനെ തൂത്ത് വൃത്തിയാക്കി അവിടെ എല്ലാം ക്ലീനാക്കി. അപ്പം ഇത്രയും ക്ലീനാക്കിയപ്പോൾ തന്നെ ഞാനാണ് ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ നമ്മൾ എന്നാലും തളർന്നില്ല. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഇനി തൂത്ത് വാരിയിട്ട് വേണം നമുക്കിനി അടുത്ത റൂമെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് വേണം നമുക്കിനി അടുത്ത കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ ഡോറൊക്കെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കി എടുക്കും. കാരണം ഇടയ്ക്കൊക്കെ അല്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്തു. അങ്ങനെ നമ്മുടെ ബ്ലൈൻഡ്സൊക്കെ താഴ്ത്തിടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ബ്ലൈൻഡ്സിൽ വരെ പൊടിയുണ്ട്. അപ്പം അതെല്ലാം ഞാൻ ഓൾറെഡി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ചവിട്ടിയൊക്കെ അങ്ങ് നേരെ ഇട്ട് കൊടുത്തു. നമ്മുടെ തുണിയൊക്കെ ഓൾറെഡി തുണിയെല്ലാം മടക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ റൂമിൻ്റെ ലാസ്റ്റ് കോലം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇങ്ങനെയാണ് ഞാൻ ക്ലീനാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം. നിങ്ങൾക്ക് സന്തോഷമായോ? അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ റൂമൊക്കെ ക്ലീനാക്കിയത്? അപ്പം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ടാറ്റാ ബൈ ബൈ, സീ യു.